ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട MLA അക്ബർ, പ്രിയപ്പെട്ട ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്ത നാരായൺ മാഷ്, മറ്റു വേദിയിലിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള സുഹൃത്തുക്കളെ, ഈ സമയത്ത് നമ്മൾ കുറച്ച് വൈകിയിരിക്കുന്നതുകൊണ്ട് ഒരു നീണ്ട പ്രഭാഷണത്തിന് മുതിരുന്നില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ഒക്കെ തന്നെ പിന്തുണയോടുകൂടി പാവങ്ങളെന്ന നോവലിൻ്റെ വിവർത്തനത്തിൻ്റെ 100ാം വാർഷികാഘോഷം അത് പിറന്ന അല്ലെങ്കിൽ അതിന് കാരണമായി ഈ മണ്ണിൽ തന്നെ നടക്കാൻ കാരണമായതിലുള്ള വലിയ സന്തോഷം അക്കാദമിയുടെ ഒരു എളിയ ഭാരവാഹി എന്നുള്ള നിലയിൽ, മാത്രമല്ല ഒരു മലയാളത്തിലെ ഒരു എളിയ എഴുത്തുകാരൻ എന്നുള്ള നിലയിലും തീർച്ചയായിട്ടും എനിക്കുണ്ട്. ഞാൻ ആലോചിക്കുന്ന കാര്യം, ഈ പുന്നയൂർക്കുളത്ത് ഈ നാലപ്പാട്ട് ഭവനത്തിലിരുന്നു കൊണ്ട് നാലപ്പാട്ട് നാരായണമേനോൻ എഴുതുന്ന ആ കാലം, നേരത്തെ ഇവിടെ വിശദീകരിച്ച പോലെ അദ്ദേഹത്തിന് അങ്ങനെ കാലത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ആർജിക്കാൻ കഴിഞ്ഞ വിദ്യാഭ്യാസം അങ്ങനെ ഉണ്ടായിരുന്നില്ല, പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ പ്രാഥമികമായി വായിക്കാനുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം അത് വിവർത്തനം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിഘണ്ടു ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിന് അപ്പോൾ അതുണ്ടാക്കുന്ന ആ ഒരു കഠിന യത്നം നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതാണ്. അത് അത്രയും വലിയൊരു കഠിന ശ്രമത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വികാരങ്ങളും പ്രചോദനങ്ങളും എന്തൊക്കെയായിരിക്കും എന്നാണ് ഞാനിവിടെ ആലോചിക്കുന്നത്. മാത്രമല്ല, ഇതുപോലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് അന്നത്തെ നാടുവാഴിത്തത്തിൻ്റെയും ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ ഇതുപോലെ മാനവികതയിലൂന്നിയ ഒരു കൃതി ഈ മണ്ണിലേക്ക് കടന്നു വരികയും അത് ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തുകയും ചെയ്തു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഒരു കാരണം, ഒരുപക്ഷെ ഇത് അന്നത്തെ മലബാറിൻ്റെ ഭാഗമായിട്ടുള്ള, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള മലബാറിൻ്റെ ഒരു പ്രദേശം എന്നുള്ള നിലയിൽ എത്ര കണ്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനമൊക്കെ തന്നെ ശക്തിപ്പെട്ട് ജനകീയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പുന്നയൂർക്കുളത്തിലേക്ക് പാവങ്ങളെന്ന് പറയുന്ന മഹത്തായ കൃതിയെയും അത് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശത്തെയും എത്തിക്കാൻ ആ കാലം വഹിച്ച പങ്ക്, പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു വിളി, അതിൻ്റെ ആ ഒരു ജനാധിപത്യ മാനവിക സന്ദേശം ഏറ്റുവാങ്ങാനായിട്ട് ഈ പ്രദേശം, അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ടുള്ള യുവാവ് നാലപ്പാട്ട് നാരായണമേനോൻ നിയോഗിക്കപ്പെട്ടതൊക്കെ തന്നെ നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ അന്നത്തെ അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് വളരെയേറെ പല ഘട്ടങ്ങളുമുണ്ട്. നമ്മുടെ ഒറ്റപ്പാലം രാഷ്ട്രീയ സമ്മേളനമാണ് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി മലബാറിനെ ഉണർത്തിക്കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പയ്യന്നൂർ സമ്മേളനം നടന്നു, ജവഹർലാൽ നെഹ്റു പങ്കെടുത്തു. അതിനെ തുടർന്ന് പിന്നീട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെയും EMS നമ്പൂതിരിപ്പാടിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള KPCCയുടെ നിരന്തരമായ ജനകീയമായ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഇടയിലാണ് ഈ കൃതി എഴുതപ്പെടുന്നത്. നേരത്തെ ഇവിടെ പരാമർശിച്ച പോലെ, ഇനിയും പലരും പരാമർശിക്കപ്പെടാൻ പോകുന്നത് പോലെ, സാഹിത്യത്തിന് മാത്രമല്ല, മലയാളത്തിലെ ഗദ്യ സാഹിത്യത്തിനും വിശേഷിച്ച് നോവൽ സാഹിത്യത്തിനും മലയാളത്തിലെ പൊതുവായിട്ടുള്ള ജനകീയമായ സാഹിത്യത്തിനും ഒക്കെ തന്നെ, പുരോഗമന സാഹിത്യത്തിനും നവോത്ഥാന സാഹിത്യത്തിനും ഒക്കെ തന്നെ പ്രചോദനയും പ്രേരണയും ഒക്കെ ആയിട്ടുള്ള നിലയ്ക്ക് സാഹിത്യത്തിൽ ഈ ഒരു കൃതി, ഈ ഒരു വിവർത്തനം വഹിച്ച പങ്ക് മലയാളത്തിൻ്റെ ഭാഷയെ ആഖ്യാനം ചെയ്യുന്നതിൽ, കരുത്തെ ഞാൻ നമ്മുടെ പി രാമേന്ദ്രൻ മാഷുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാമൂഹികമായും ആത്മസംഘർഷപരവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഭാഷ അതിൻ്റെ യഥാർത്ഥ ശക്തിയും സൗന്ദര്യവും തിരിച്ചറിയുന്നത്.
അപ്പോൾ വെറുതെ അങ്ങനെ ഒരു ഒഴുക്കിൽപ്പെട്ട പോലെ അങ്ങനെ പോകുമ്പോൾ ഭാഷയ്ക്കായാലും മറ്റെന്തിനേയും പോലെ തന്നെ അതങ്ങനെ വളരാനോ വികസിക്കാനോ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ കാലത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് അത് ആവിഷ്കരിക്കുമ്പോഴാണ്, അതിനോട് പ്രതികരിച്ച് അത് ആവിഷ്കരിക്കപ്പെടുമ്പോഴാണ് ഭാഷ അതിൻ്റെ യഥാർത്ഥ കരുത്ത് വീണ്ടെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ലോകം ആ കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങിയ സംഘർഷങ്ങളുടെയും മനുഷ്യ മഹാദുഃഖങ്ങളുടെയും ഏറ്റവും പ്രധാനം വിശപ്പ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിൻ്റെയും ഒക്കെ ആവിഷ്കാരം നടക്കുമ്പോൾ അതിനെ കൃതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് സാഹിത്യത്തിനുണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ്. അത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അത് സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമല്ല. അത് പിന്നീട് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പിന്നീട് കേരളത്തിലെ തൊഴിലാളി കർഷക സമര നേതാക്കന്മാരായി മാറിയ, ജനകീയ നേതാക്കന്മാരായി മാറിയ, പിന്നീട് ആധുനിക കേരളത്തിൻ്റെ നിർമ്മാണത്തിനും പുരോഗതിക്കും ഒക്കെ തന്നെ കാരണക്കാരായ നേതാക്കളും പ്രവർത്തനമടക്കമുള്ള ആയിരക്കണക്കിന് സാമൂഹ്യ പ്രവർത്തകരുടെ ജീവിതഗതിയെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കാണ് ഈ വിവർത്തന കൃതി വഹിച്ചത് എന്ന് ആ കാലഘട്ടത്തിലെ അവരുടെയൊക്കെ ഓർമ്മക്കുറിപ്പുകൾ, ജീവചരിത്രങ്ങൾ, സ്മരണകൾ, കേരളത്തിൻ്റെ ചരിത്രം ഒക്കെ തന്നെ നമ്മളോട് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതിന് പ്രേരണ നൽകിയ സാമൂഹ്യ സാഹചര്യത്തിൽ പുന്നയൂർക്കുളം എങ്ങനെയായിരുന്നു എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനെയൊക്കെ ഏറ്റുവാങ്ങാൻ എല്ലാ പ്രദേശങ്ങൾക്കും കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം മലബാർ ആ കാലഘട്ടത്തിൽ വളരെയേറെ രാഷ്ട്രീയ പ്രബുദ്ധമായിരുന്നു. പ്രത്യേകിച്ച് ഒറ്റപ്പാലം സമ്മേളനം, പിന്നീട് നടന്ന പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനം, ജവഹർലാൽ നെഹ്റു പങ്കെടുത്തത്, സ്വദേശി പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, അതിൻ്റെയൊക്കെ അലകലികൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നേരിട്ടുള്ള ഭരണം നടക്കുന്ന ഒരു പ്രദേശം എന്നുള്ളതിൽ മലബാറിൽ ആകമാനം ആഞ്ഞടിച്ചിരുന്നെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങേയറ്റം അത് രാഷ്ട്രീയ പ്രബുദ്ധമായിരുന്നു എന്നും സംശയമില്ല. പിന്നീട് വന്ന KPCCയുടെ ജനകീയ രൂപം ആ കാലഘട്ടത്തിൽ സാമാന്യ ജനങ്ങളെ മുഴുവൻ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ അണിനിരത്തുന്നില്ല, പ്രത്യേകിച്ച് കൃഷിക്കാരെയും തൊഴിലാളികളെയും ഒക്കെ തന്നെ അണിനിരത്തിൽ വഹിക്കുന്ന പങ്ക് ഒക്കെ തന്നെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പല ഗ്രാമങ്ങളിലും, പ്രത്യേകിച്ച് നഗരങ്ങൾ, കോഴിക്കോട് പോലുള്ള നഗരങ്ങൾ, പയ്യന്നൂർ പോലെയുള്ള നഗരങ്ങൾ, പാലക്കാട്ടെ പല പ്രദേശങ്ങളും ഒക്കെ തന്നെ ആ കാലഘട്ടത്തിൽ വളരെ അങ്ങേയറ്റം രാഷ്ട്രീയ പ്രബുദ്ധമായി മുന്നോട്ട് വന്നു, ജനങ്ങൾ മുന്നോട്ട് വന്നു. അക്കൂട്ടത്തിൽ കൂടുതൽ മുന്നോട്ട് വന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഈ പുന്നയൂർക്കുളത്തെയും അവിടുത്തെ അന്നത്തെ നിലയ്ക്കുള്ള ഒരു ഫ്യൂഡൽ സവർണ ഗൃഹമായിട്ടുള്ള നാലപ്പാട്ട് തറവാടിനെയും എങ്ങനെ ബാധിച്ചു. ഇപ്പോൾ VK ശ്രീനാരായണനോട് പറഞ്ഞു, പാവങ്ങൾ വിവർത്തനം ചെയ്ത നാലപ്പാട്ട് നാരായണ മേനോൻ അത്രമാത്രം സമ്പന്നനൊന്നും ആയിരുന്നില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹം സമൂഹത്തിൻ്റെ മേലേക്കടയിൽ തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ അന്നത്തെ ജാതി ഘടനയുടെയും ഫ്യൂഡൽ ഘടനയുടെയും മുകളിൽ തന്നെ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ നമുക്ക് സൂക്ഷിച്ചാൽ അറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ജാതി ജന്മി നാടുവാഴി ഗൃഹങ്ങളുടെ വലിയ കൊട്ടാരങ്ങളിലെ ഒക്കെ ആയിരുന്നു അതിൻ്റെ നാലുകെട്ടുകളെയൊക്കെ തന്നെ ഉലച്ചുകൊണ്ടുള്ള ഒരു ജനകീയ കൊടുങ്കാറ്റാണ് വാസ്തവത്തിൽ ആ കാലഘട്ടത്തിൽ ആഞ്ഞു വീശിയത് എന്ന് നമുക്ക് ആ കാലഘട്ടത്തിലെ അത്തരം സാമൂഹ്യ ജീവിതങ്ങളെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പരിശോധിക്കേണ്ട ഒരു കാര്യം, അത്രമാത്രം രാഷ്ട്രീയ പ്രബുദ്ധമായിരുന്നു ഈ പ്രദേശം എന്നുള്ളതാണ്. അതിൻ്റെ നിരവധി ചിത്രങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഇവിടെയൊക്കെ സമാഹരിക്കപ്പെട്ടിട്ടുള്ള പുസ്തകത്തിൽ ഈ വന്നേരി നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ കളക്ഷൻസിലൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പരിശോധിക്കേണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന നമ്മുടെ പുന്നയൂർക്കുളവും ഈ മലബാറിൻ്റെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് മാറിയിട്ടുള്ളത്, അതിൻ്റെ പുതിയ രാഷ്ട്രീയ ഉൾക്കാഴ്ചകളൊക്കെ ഏത് രീതിയിലാണ്, അതിൻ്റെ മതേതരത്വ നിലപാടുകൾ എങ്ങനെയാണ്, അതിൻ്റെ ജനാധിപത്യ അവബോധം അതിന് നിലനിർത്താൻ കഴിയുന്നുണ്ടോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക ഉന്നതത്തിലേക്ക് ഉയർന്ന് അതേപടി നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള പ്രശ്നങ്ങളാണ് വാസ്തവത്തിൽ പാവങ്ങളെ മുൻനിർത്തി നമ്മൾ പരിശോധിക്കേണ്ടത്. അതിനൊക്കെ ഇന്നത്തെ ദിവസം സഹായകരമാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ഈ സമ്മേളനത്തിന് മുഴുവൻ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.